നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതായത് ഞാൻ ഇന്നത്തെ എപ്പിസോഡിൽ എനിക്ക് വിചാരിച്ചൊരു കാര്യം എന്താ അറിയാം, ആദിലൊക്കെ എല്ലാവരെയും തമാശ പറയാം, അനീഷിനെ നല്ലോണം തേച്ചൊട്ടിച്ച് ഇല്ലാതാക്കാം. തമാശ പറയുന്ന ആദിലൊക്കെ എല്ലാവരെയും പറയാം, അതൊക്കെ ആദിലെന്റെ കളിതമാശയാന്ന്. ഇന്ന് അക്ബർ നല്ലൊരു വെപ്പ് വെച്ചപ്പോൾ ആദിലൊക്കെ അങ്ങ് താങ്ങിയില്ല. ആദിലെ കരഞ്ഞ് വിളിക്കുക, എന്താ അറിയാ, എനിക്ക് ആരാ വരാനില്ല ഇയാസനെയാണോ എന്ന് ചോദിച്ചതേ ഉള്ളൂ. അതായത് അക്ബർ അത് ചോദിച്ചതില് ഉള്ള കാര്യം പറയാലോ, ഓരോ അമ്മമാരുടെയും വില അവിടെയാണ് മനസ്സിലാക്കേണ്ടത്. അതായത് ഇവിടെ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും നടക്കുന്നതിന് കുഴപ്പമില്ല, പക്ഷേ വല്ലവരുടെയും വർത്താനം കേട്ടിട്ട് അച്ഛനും അമ്മയും അത്രമാത്രം മോശപ്പെട്ടവരാണെന്ന് ഒരിക്കലും പറയാൻ പാടില്ല. അത് ശരിക്കും പറഞ്ഞ ആദില നൂറമാർക്ക് നല്ല പങ്കതിൻ്റെ അകത്തുണ്ട്. അച്ഛനമ്മമാർ അവർ ജയിക്കാൻ വേണ്ടിയിട്ട്, അവർക്ക് സഹതാപം പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ട്, അവർക്ക് സമൂഹത്തിൽ ജീവിക്കാൻ വേണ്ടിയിട്ടും, പിന്നെ എന്ന് പറഞ്ഞാൽ ബിഗ് ബോസിലേക്ക് വരാൻ വേണ്ടിയിട്ടും, കുറെ ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട്, അതിനു വേണ്ടിയിട്ട് അച്ഛനും അമ്മമാരെ കരുവാക്കിയ ഒരു ടീം തന്നെയാണ്. അതുകൊണ്ട് കരച്ചിലും പിടിച്ചലൊന്നും അവിടെ വേണ്ട. അതിലും കൂടുതൽ നിങ്ങളെ മാതാപിതാക്കൾ കരഞ്ഞിട്ടുണ്ടാവും. അവരെ ശാപം ഉള്ളിടത്തോളം കാലം നിങ്ങൾ ഇതുപോലെ തന്നെ നിൽക്കത്തുള്ളൂ. ഇതിൽ കൂടുതൽ ഉയരൊന്നും ചെയ്യില്ല. ഇനി പറഞ്ഞു അത് രണ്ട് വർത്താനം പറഞ്ഞിട്ടില്ലെങ്കിൽ എന്താ പറയാ, അതിലെന്ന് പറയാ കരച്ചലേ എന്താ കാരണം, അല്ല അനീഷിനെ പറഞ്ഞ് പുറകെ നടന്നു അടിച്ചു, എന്നിട്ട് ഒരു ഉളുപ്പില്ലാണ്ട് പറയുകയാണ് ഇതെന്റെ തമാശയാന്ന് നിന്ന്. അപ്പൊ ഇതെന്താ തമാശയല്ലേ? അല്ല കോമഡി അല്ല, കാര്യം പറയണായിരുന്നു. ആദിലൊക്കെ മനസ്സിലാകണം എന്താന്ന് സ്നേഹം. ആദിലെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് എന്താ പറയണ്ട, അവിടെ ഒരു കുടുംബം എന്നുള്ളതിന് ഒരു ബലിയും കൊടുക്കാത്തൊരു പെണ്ണാണ്. അത് മനസ്സിലായിട്ടുണ്ടായിരുന്നു. അത് ഏതായാലും എന്ന് പറഞ്ഞ അക്ബർ അതിൽ പിന്നെ ഉഷാറാക്കി. ആ പറച്ചില്ല എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടായിരുന്നു. കാരണം അത് ഏത് അർത്ഥത്തിൽ അക്ബർ പറഞ്ഞു കഴിഞ്ഞാൽ അക്ബർ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു നല്ല കാര്യം പറഞ്ഞതാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഒരിക്കലും നമുക്ക് ജയിക്കാൻ വേണ്ടിയിട്ട് മാതാപിതാക്കളെ കരുവാക്കാൻ പാടില്ല. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ അവരുടെ പഴയ ഇന്റർവ്യൂവിൽ എടുത്ത് നോക്കിയാൽ മതി. ഇപ്പം തന്നെ ചിലത് പൊങ്ങി വരുന്നുണ്ടായിരുന്നു. ഉമ്മാനാട്ടി ഇറക്കുന്നീ മറ്റേതെല്ലാം പൊങ്ങി വരുന്നുണ്ടായിരുന്നു. ഇപ്പോഴാണ് മനസ്സിലാവും ഉമ്മാന്റെ വില എന്താന്ന്. മനസ്സിലായ? പിന്നെ വേറെ എന്താ ഇന്ന് പറയാനുള്ളത്? പിന്നെ ബിന്നിയുടെ ഫാമിലി വന്നു, അനീഷിന്റെ ഫാമിലി വന്നു, ഷാനവാസിന്റെ ഫാമിലി വന്നു. പക്ഷെ അതില് അനീഷിന്റെയും ഷാനവാസിന്റെയും ഫാമിലി വരുമ്പോ മാത്രം അവർക്ക് ഒരു ടാസ്ക് കൊടുത്തു. ബിന്നിക്ക് എന്താ ടാസ്ക് ഇല്ലാതായി പോയത്? ബിന്നി വലിയ വീട്ടിലാണ്. ഞാൻ പറയുന്നത് ഈ ഇമ്മ്യൂണിറ്റി പവർ തന്നെ ബിന്നിക്ക് കൊടുത്തത് എന്തിനാ അറിയാ, ഈ കോപ്രായത്തിന് വേണ്ടിട്ട് തന്നെയാന്ന്. അല്ല, ഇമ്മ്യൂണിറ്റി പവർ ഇത് 100 കൊടുത്തതല്ലേ? അതെ, 100 ബിന്നിക്ക് കൊടുത്തു. അത് വേറെയായിരിക്കും ബിഗ് ബോസ് ഒക്കെ ക്യാൻസൽ ചെയ്യൂ. ഇതെന്തിനാ അറിയാ, ഇത് ഈ കോപ്രായത്തിനോട് കൊടുത്തു തന്നെയാന്ന്. ബിഗ് ബോസിനും അറിയാ ഇങ്ങനെ കിടക്കട്ടെ എന്നാലും ഒന്ന്. സദാചാരവാദികൾക്ക് ഇപ്പോഴെന്താ പ്രശ്നം? സദാചാരവാദികളല്ല, അതിന്റെ അകത്ത് അനുമോള് കുറച്ച് ഓവറാന്ന്. എന്തിനാന്ന് വെറുതെ ഇങ്ങനെ അസൂയ കളിക്കുന്നായിരുന്നു. പിന്നെ അവരും ഓവറാന്ന്. ഇതെന്താണെന്നില്ല, ഒരു ഷോ അല്ലേ ഒന്നില്ലെങ്കിൽ ആൾക്കാരെല്ലാം കാണുന്നത്. ഇന്ന് എല്ലാരും എന്ന് പറഞ്ഞാൽ പിള്ളമാരെ ഓടിക്കേണ്ടി വന്നായിരുന്നു. സംഭവം ശരിയാണ്, എല്ലാരും പറയുന്ന പോലെ ഇത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇന്ന് വിചാരിച്ചിട്ട് എന്ന് പറഞ്ഞാൽ എല്ലാവരും പബ്ലിക്കായിട്ട് എന്ന് പറഞ്ഞാൽ ഇത് ചെയ്യാറുണ്ട്. ഇത് കുറച്ച് ഓവർ തന്നെയാണ് നിയമമാരുടെ കാര്യം. ഉള്ള കാര്യം എന്താ പറയുക, അവര് കുറെ നാൾ കൂടി കണ്ടതിന്റെ എന്നാ പിന്നെ ബിഗ് ബോസിനായിട്ട് ഒരു ബെഡ്റൂം കൂടി കൊടുത്തൂടെ? ബെഡ്റൂം ഇതിപ്പോ കഷ്ടകാലത്തിന് ബിന്നിക്ക് കിട്ടിപ്പോയോണ്ട് അങ്ങനെയല്ല. ബിന്നിക്ക് കിട്ടിയോണ്ടല്ല, ബിന്നി എന്ന് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ എന്നാ പറയേണ്ടത്, വലിയ ഇതൊന്നും അല്ലായിരുന്നു. അവിടെ ജിസയിലും ആര്യനും ഒരുമിച്ചല്ലേ കിടക്കുന്നത്? അവര് കല്യാണം കഴിച്ചാണ്. ഇവര് കല്യാണം കഴിച്ചു. അല്ല, ജിസയിലും ആര്യനും ഒന്നിച്ച് കിടക്കാനല്ല. അതിപ്പം മറ്റേ ഈ അനുമോളെ കാണിക്കാൻ വേണ്ടി അവര് പലതും ചെയ്യുന്നുണ്ട്. അനുമോളെ പേരും പറഞ്ഞിട്ട് അവരിപ്പോ മാക്സിമം അല്ല ഈ അനുമോൾക്ക് പിന്നെ അനുമോൾ എന്തിനാണ് തലാണിയെല്ലാം കൊണ്ടുപോകുന്നത്? അതെനിക്ക് മനസ്സിലാകുന്നില്ല. അത് ആൾക്കാർ കാണാണ്ടിരിക്കാൻ. അതെന്ത് കോമഡിയാ അത് പറ, ഒരാൾക്കും ഇല്ലാത്ത കോമഡിയാണല്ലോ അത്. അല്ലെങ്കിൽ തന്നെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഭാര്യയും ഭർത്താവും അതുപോലെ തന്നെ നിവിൻ എന്തല്ല കളിക്കുന്നത്, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. അല്ല ഇവര് തന്നെ എന്ന് പറഞ്ഞാൽ അതൊരു വലിയ കോമഡി അല്ല. പക്ഷെ വേറെ കാര്യമുണ്ട്, അനുമോൾക്ക് നല്ല വിഷമം എന്തോ കാര്യത്തിലുണ്ട്. എന്താ സംഭവം നോമിനേഷനിൽ വരാത്തതുകൊണ്ടാണോ വന്നത് കൊണ്ടാണോ ഒന്നും അറിയില്ല. ഭയങ്കര വന്നതിൽ പിന്നെ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. മേ ബി ഇനി ഫാമിലീസിനെല്ലാം കണ്ടപ്പോഴുള്ള വിഷമാണോ? ഈ ഫാമിലീസിനെ കണ്ടപ്പോ നാന്നിയുടെ ഇവമാര് ഇതെന്തൊരു അഭിനയ ഈശ്വര, അങ്ങനെയാണെങ്കിൽ 2 കൊല്ലം കഴിഞ്ഞിട്ട് വിചാരിക്കുന്നത്. പക്ഷെ ഇതൊക്കെ ഓവർ. എന്തെന്ന് ഒരു കണക്ഷൻ ഇല്ലല്ലോ. ഒരു ആര് പറഞ്ഞതിനോട് കണക്ഷൻ ഇല്ല. എനിക്കൊന്നും പറയാം. നമ്മള് ഗൾഫിലാണോ അവിടെ ഇവിടെയാണെങ്കിലും നമുക്ക് ഫോൺ വിളിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്യാലോ.
ഇവിടെ ഇപ്പൊ അതിനുള്ള ഓപ്ഷൻ ഒന്നും ഇല്ലല്ലോ. അപ്പോൾ അല്ല, ഇനി അതിന്റെ കാര്യം കൂടി പറയാറുണ്ട്. എന്താ പറയാ, അതായത് അക്ബർ അതിന്റെ അടുത്ത് ദിയാസാനിയാണോ വരുന്നതെന്ന് പറയുന്നത്. അപ്പൊ ദിയാസാനിയാണ് വരുന്നത്. ഇപ്പൊ ഏകദേശം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. കുറെ ആൾക്കാർ ജാസ്മിൻ മൂസി ഒക്കെ വരുന്നുണ്ട്. അതിന്റെ അകത്ത് ഒരുപാട് കമന്റ് എന്താ പറയാ, റിയാസ് പോയതിന്റെ ക്ഷീണം തീർന്നില്ല അപ്പാ. സത്യല്ലേ നെഗറ്റീവ് ആവുകയ്യ. കാരണം ഒന്നാമത് എന്ന് പറഞ്ഞാൽ ഈ ജാസ്മിനെ നല്ലോണം വെറുപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ നൂറയുടെങ്കിലും ഫാമിലി വരുന്നു പ്രതീക്ഷിച്ചില്ല. ഇല്ലടി, അവരെ ആട്ടിറക്കി നിന്നേ. അതിന്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ പന്തലോ വരുന്നുണ്ടായിരുന്നേ. അതിലെടുക്ക അനീഷിന്റെ അമ്മ പറയുന്ന കേട്ടായിരുന്നു, പഴയ പോലെ കളിച്ചാ മതി. അത് പറഞ്ഞില്ല. പക്ഷെ വേറെ കാര്യമുണ്ട്, എല്ലാരും പേര് അനീഷ് മണ്ടാന്നാന്ന്. അനീഷ് അത് മനസ്സിൽ കേറ്റീനി. അതെന്നാ അറിയാ കേട്ടമാതിരി വെക്കേണ്ടുന്നത്. അതായത് ഇനിയിപ്പം ജനങ്ങൾക്ക് മനസ്സിലായിട്ട് അനീഷിന്റെ അമ്മ ഹിന്ദു കൊടുത്തിന് എന്ന് പറയേണ്ടത് വിചാരിച്ചിട്ടാണ്. അത് കൃത്യമായിട്ട് അനീഷിന് മനസ്സിലായിട്ടായിരുന്നു. അനീഷ് പക്ഷേ അനീഷ് ശ്രദ്ധിക്കാതെ പോലെ നിന്നിന് നീ കണ്ടില്ല. അപ്പൊ തന്നെ നമുക്കറിയാം അനീഷിന് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട്. അല്ല, അനീഷ് അങ്ങനെ നിൽക്കേണ്ടത്, ആദ്യം നിന്ന പോലെ നിൽക്കാനല്ലേ പറഞ്ഞ്, അല്ലേ? ആദ്യം എങ്ങനെയാ നിന്നത് അതുപോലെ മോൻ നിന്നാ മതി എന്നല്ലേ? അതന്നെയാ നല്ലത്. പിന്നെ അല്ലാതെ കാരണം എന്താ വെച്ചാൽ ഗെയിം തന്നെയാണ് എപ്പോഴും നല്ലത്. അവിടെ കൂട്ടുണ്ടാക്കാതിരിക്കുന്നതാ നല്ലത്. ഇപ്പൊ അനുമോളെ കാണുന്നില്ലേ? പക്ഷെ അനുമോള് വരുന്നുണ്ടെന്ന് തോന്നുന്നു. ഇല്ല, വരൂല. അനുമോളും ആദിലും പിന്നെ ഞാൻ പറഞ്ഞല്ലോ, അനുമോൾ ഇപ്പൊ ആദിലും നൂറിയും പോയി കഴിഞ്ഞാൽ അനുമോൾ അതിന്റെ പുറകെ പോകും. അതാണ് ഇപ്പൊ ഏറ്റവും വലിയ പ്രശ്നം. കാരണം അനുമോൾ ആക്ച്വലി നല്ലൊരു സ്ട്രോങ് പ്ലെയർ. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ മറ്റേ ഷാനവാസിന്റെ പങ്കപാസവും കൂടുതലാണ്, പങ്കൽപാസം കൂടുതലാണ്. ഇനിയിപ്പോഴെന്ന് പറഞ്ഞാൽ ചിലപ്പോ ഇന്ന് ഭാര്യ വന്നിട്ടൊന്നും ഹിന്ദു കൊടുത്തിനോ അതറിയില്ല. ഹിന്ദു കൊടുത്തിട്ടാണെങ്കിൽ അയാൾ രക്ഷപ്പെടും. ഇല്ലെങ്കിൽ എന്ന് പറയുന്നത് അയാളും അതേപോലെ തന്നെ പോകാനുള്ള ചാൻസ് ആണ് കാണുന്നത്, അല്ലേ? പിന്നെന്ന് പറഞ്ഞാൽ വേറെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് മറ്റേ അല്ല, എന്നിട്ട് ഇവരെ ട്രോളിങ് ആണ്. ഇനിയിപ്പോ നാളെ മുതൽ എന്ന് ഇവരെ കണ്ടന്റ് ആയിരിക്കും മെയിൻ ആയിട്ട് കേട്ടാ. എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ് കൂടുതൽ. എന്താ വെച്ചാൽ ഇവര് ചിലപ്പോ അനീഷിനോടുള്ള എത്താനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ ലക്ഷ്മിനെ മിക്കവാറും ബില്ലതാക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇവര് വന്നു കഴിഞ്ഞാൽ ഒരു കണ്ടന്റും ഇല്ലാതെ മിക്കവാറും ഇവര് ആരും കയറി ചൊറിയുകയും ചെയ്യും. കാരണം ഇവരെന്താ അറിയാം, ഇവരിപ്പോ അല്ല അനങ്ങിയതെന്ന് പറഞ്ഞ റിയാസ് വന്നപ്പോൾ റിയാസിനെ തേച്ചൊട്ടിച്ചു. അപ്പൊ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ലക്ഷ്മിക്കും മനസ്സിലായിട്ടുണ്ട്. സംഭവം പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. സംഭവം ഇത് പുറത്ത് നല്ല ചർച്ചയാണെന്ന് മനസ്സിലായിട്ടുണ്ട്. ഇനി ലക്ഷ്മി കളിക്കുന്നത് ആ ഒരു ഗെയിം ആയിരിക്കും. നീ കണ്ടോ, അത് ആ ഗെയിമേ കളിക്കുള്ളായിരുന്നു. ഇനിയിപ്പോ ദിയാസനയും ജാസ്മിൻ മൂസിയും വന്നാലും അവര് ചോറിയോ, ഉറപ്പായിട്ടും ചോറിയോ. അവര് ചോറിയും, അവര് തിരിച്ചു ചോറിയുന്നല്ല മറ്റേ ഒരു നെഗറ്റീവ് ആവും. വീണ്ടും അവര് നെഗറ്റീവ് ആവും. അതാണ്ടാവുക. അവര് നെഗറ്റീവ് ഇങ്ങനെ ആയിക്കൊണ്ട് പോയായിരുന്നു. പിന്നെ വേറെ ഒരു കാര്യം ഞാൻ എന്നോട് പറഞ്ഞേക്കാം, എന്താ വെച്ചാൽ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ദുരന്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ ഇത് തന്നെയാണ് ഏറ്റവും വലിയൊരു ശിക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഏത് വലിയൊരു ശിക്ഷ കാരണം അല്ല, ഞാൻ അതല്ലേ പറഞ്ഞത്. എപ്പോഴും മാതാപിതാക്കളൊക്കെ ഒരു മാതാപിതാക്കളും അല്ല. ഇപ്പൊ ഞാൻ എന്ന് വെച്ചാൽ നമ്മളിപ്പോ ഈ എന്താ പറയേണ്ടത്, ഇവരെ ഈ സിറ്റുവേഷനും ഇവരെ സാഹചര്യവും ഇതെല്ലാം കണ്ടിട്ട് ഇവര് രണ്ടുപേർക്കും ഒരുപോലെ ഈ സിറ്റുവേഷൻ വരണമെങ്കിൽ അതെന്തെങ്കിലും മായാജാലം വേണം എന്ന് വേണ്ടേ? അല്ല, നീ ഒന്ന് പറയാ. അല്ല, മേ ബി ഇവര് രണ്ടാളില് ഒരാള് മാത്രമേ അവിടെ ഉള്ളൂ എങ്കിൽ അവരുടെ ഫാമിലി വന്നേനെന്നാ എനിക്ക് തോന്നുന്നു. കാരണം ഇവർക്ക് മറ്റേ ആളെ ഫേസ് ചെയ്യാൻ. പക്ഷെ അതല്ല ഞാൻ നിന്നോട് പറഞ്ഞ ഈ നൂറൊക്കെ ഫാമിലി ആയിട്ട് ഭയങ്കര അറ്റാച്ച്മെന്റ് ഉണ്ട്. പക്ഷെ ഇവര് വന്ന കാലത്ത് ഇവർക്ക് സിമ്പതി പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ട് ഇവര് ഒരുപാട് കള്ളത്തരങ്ങൾ പറഞ്ഞേ. അതായത് കള്ളത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് അയ്യോ ഇങ്ങനെയാണ് ഈ പിള്ളേർ ഇത് അവരെ അച്ഛനമ്മ തന്നെ കാരണം എന്നില്ലേ ആ ടൈപ്പിൽ വരുത്താൻ വേണ്ടിയിട്ട് ഇവർക്ക് നല്ല രീതിയിൽ ആരോ കോച്ചിങ് കൊടുത്തിന്. ആ കോച്ചിങ് കൊടുത്തത് ഇവര് മൊത്തത്തിൽ വന്നിട്ട് എല്ലാ വീഡിയോയിലും പറയലായിരുന്നു പണി. ഇവർക്ക് ജീവിക്കേണ്ടതാണെങ്കിൽ ഇവര് ജീവിക്കൂല. നിനക്ക് ജീവിക്കണം എന്നുണ്ടെങ്കിൽ നീ എന്നാ ഇറങ്ങി വന്ന് ശരിയാണ് നമ്മൾ ഇനി ഒന്നിനുമില്ലേ നമ്മൾ പോകുന്നതെന്ന് പറഞ്ഞെങ്കിൽ ജീവിക്കൂല. ഇവരതല്ലേ ചെയ്തത്. ഇവരെന്ന് പറയുന്നത് നമ്മളെ താടിക്കാരൻ വെല്ലിച്ചയില്ലേ ഓറ് ചെയ്യുന്നത് പോലെ എല്ലാ ഇതിൻ്റെ അകത്തും കയറിയിട്ട് ഇന്റർവ്യൂ കൊടുക്കുക. അങ്ങനെ ഒരുപാട് നാറ്റിച്ചിട്ടുണ്ട്. അപ്പൊ ആ ഒരു ദേഷ്യം വീട്ടുകാർക്ക് ഇല്ലാതിരിക്കില്ലല്ലോ. നീ ഒന്ന് പറയാറുണ്ട്. അപ്പൊ സമയത്ത് പിന്നെ അങ്ങനെ ചെയ്തു പോയതിൽ ഇപ്പൊ ചിലപ്പോ വിഷമിക്കുന്നുണ്ടോ നമുക്ക് അറിഞ്ഞോടാ. ഇപ്പൊ നിർത്തിയൊന്നുമില്ല. ഇപ്പോഴും ആരെയോ വാക്ക് കേട്ടിട്ടാണ് മലയാളി പെൺകുട്ടി അറബിക്ക് വഴി കാണിച്ചു കൊടുത്ത കഥയും കൂടെ. അതെല്ലാം ലാലേട്ടൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ലീറ്റുകൾ അവിടെ തീരുമായിരുന്നു. അതാണ് പിന്നെ നമ്മളെ അനിയമിതിന്റെ പിന്നെ സഹോദരിയായിട്ട് പിന്നെ വരുവായിരുന്നു. കാരണം എന്താ വെച്ചാൽ മലയാളി പെൺകുട്ടി അറബി അറിയില്ല, എന്നിട്ട് അറബിക്ക് വഴി കാണിച്ചു കൊടുക്കാൻ പോയി. ആരാ നീ കഥയിൽ ഉണ്ടാക്കിയത് എന്റെ ഈശ്വരാ. എന്നാലും ഇത് പറഞ്ഞു ലൈഫ് സ്റ്റോറി നിങ്ങൾ എങ്ങനെ എങ്ങനെ നീ എന്തെന്നാ പറയുന്നത്? ഞാൻ നിന്നോട് പറയുന്നേക്ക്. അതായത് സൗദി അറേബ്യ പോലെ ഒരു രാജ്യത്ത് അത് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ അറബി
അത്രയും അറിയായിരിക്കണം. ഒന്നത് പിന്നെ അത് അങ്ങനെ ആ അറബി ഇവരെ കൊണ്ടുപോകാനുണ്ടെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് പിന്നെ ബാക്കി കാണൂലായിരുന്നു. കാരണം എന്താ വെച്ചാൽ അവിടെ ഏനും തല പോവായിരുന്നു. ഈ പെൺകുട്ടികളെ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ നോക്കിയാൽ തന്നെ തല പോവും. അങ്ങനത്തെ ഒരു രാജ്യമാണ് നടന്നത്. ആ രാജ്യത്തിന് അങ്ങനെ മോശമാക്കാൻ പാടില്ലല്ലോ, അത് വളരെ മോശമല്ലേ. അതിൽ യാതില നൂറമാർക്ക് 10-40 വയസ്സൊന്നും ഇല്ല. ഇതെല്ലാം ഇപ്പാന്ന് സൗദി അറേബ്യയിൽ നിന്ന് വന്നിനായിരുന്നു. അപ്പൊ ഏത് കാലഘട്ടമാണെന്ന് നമുക്കറിയാം. മൊബൈലും ഇന്റർനെറ്റും ഇതെല്ലാം ഉള്ള കാലഘട്ടമാണ്. അത് മാത്രമല്ല ലോകം തെച്ചും സൗദിയിൽ CCTV ഉണ്ടാവുമായിരുന്നു. പിന്നെ വേറെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു പെണ്ണിനെ അവർ പുറത്തങ്ങനെ ഒറ്റക്ക് വെറുത്തുമില്ലായിരുന്നു. അപ്പൊ അങ്ങനെയല്ല ഉള്ളപ്പോഴും ഒരു നുണ പറഞ്ഞ പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഉള്ള കാര്യം എന്താ പറയുന്നതിന്. ശരി, ഇന്നത്തെ എപ്പിസോഡിൽ വന്നു കഴിഞ്ഞാൽ ഇന്നത്തെ രാവിലത്തെ ബിന്നിയും അനീഷിന്റെയും വഴക്കിനെ പറ്റി എന്താ പറയാനുള്ള? അത് എന്ന് വെച്ചാൽ ബിന്നി ഇപ്പോഴും അത് മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കലാണ്. അനീഷിനെ പിന്നെയും ബിന്നി ഒരുപാട് ഇതാക്കാൻ നോക്കിയിട്ടുണ്ടെന്ന് വെച്ചാൽ അയാൾ സംസാരിക്കുമ്പോൾ തുപ്പല് ധരിക്കുന്നത്. അതുപോലെ തന്നെ നൂറ പറഞ്ഞത് അയാളെന്റെ ചെവിയിൽ തുപ്പീനി. അപ്പൊ ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വർണമാണ് പൊഴിക്കുന്നത്. ഇവരൊക്കെ ബായിന്ന് ഇങ്ങനെ സംസാരിക്കുമ്പോൾ സ്വർണം പൊഴിക്കുന്നത്. കാരണം സെലിബ്രിറ്റി അല്ലേ? അല്ല, സെലിബ്രിറ്റി അല്ലേ അവര്. അവരെങ്ങനെയാണ് നടന്നത്? ബാക്കി പിന്നെ എന്താ വെച്ചാൽ ഈ അനീഷ് മാത്രമേ ഉള്ളൂ അങ്ങനെ ഇതുള്ളൂ. ആ മനുഷ്യൻ ഇന്ന് രാവിലെ അവിടെ ഈച്ചയും പാറ്റിയെല്ലാം അറക്കുന്ന ആ സാധനം അത് ക്ലീൻ ചെയ്ത് ഈ ബെന്നി കുഞ്ഞമ്മക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു കാര്യം പറയാ, ഈ ക്ലീനിങ് എന്ന് പറയുന്നത് മറ്റേ ലാലേട്ടൻ വരുമ്പോ മാത്രമേ ഉള്ളൂ. ലാലേട്ടന്റെ വിചാരം ഭയങ്കര ഹൈജീനായി. ഇപ്രാവശ്യം കിട്ടുമായിരുന്നു. ഇപ്രാവശ്യം ശരിക്കും കിട്ടും. അത് ബിഗ് ബോസ് എടുത്തെടുത്ത് കാണിച്ചിട്ടായിരുന്നു. ലാലേട്ടൻ ചോദിക്കും നിങ്ങളൊന്നും ഇല്ലായിരുന്ന കിച്ചണിൽ നിന്ന്. കാരണം ഇത്രയും പിന്നെ അല്ലെ അങ്ങനെയാണെങ്കിൽ പിന്നെ ഇങ്ങനെ കുറ്റം പറയരുത്. എപ്പോഴും കിച്ചണില് വഴക്കാന്നല്ലേ, പാത്രം കഴുകും. അത് എന്നാ അറിയാ, ഈ ബിന്നി എന്ന് പറയുന്നത് ഞാൻ പറയുന്നത് ആദ്യം തന്നെ വലിയ ഈ ഹൈജീൻ ആയിട്ട് വരും. ഇപ്പം നോക്കുമ്പോഴേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒന്നും ഇല്ലാണ്ടായിരുന്നു. അതുപോലെ തന്നെ ലക്ഷ്മി ആദ്യം തന്നെ വലിയ ആളമാര് വന്ന് ലക്ഷ്മിക്കും ഇപ്പൊ വയ്യ. ആദിലായിരുന്നില്ലേ വഴക്കൂടി അതല്ലേ പറയുന്നത്. അനീഷും ജിസയിലും എന്താ പറയാ ഭയങ്കര ജോളി ആയിട്ട് എൻജോയ് അല്ല ഞാൻ പറയുന്നത് അത് ഞാൻ പറഞ്ഞല്ലോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഈറ്റുകളിൽ ഈ ഫാമിലി റൗണ്ട് കഴിയുമ്പോഴേക്കില്ലേ ഈ ആദില നൂറമാർ സൈഡാവും. എന്നാ കാരണം എന്നറിയാ, ഇവറ്റകൾക്ക് ഇപ്പോഴാണ് കൃത്യമായിട്ട് ഫാമിലിന്റെ ബല മനസ്സിലാകുന്നതാണ്. മനസ്സിലായ ഇതൊന്നും അല്ല ജീവിതം എന്ന് ഇപ്പോഴും മനസ്സിലാവുകയാണ്. ഒരു പ്രയോജനമില്ലായിരുന്നു. ഒരാള് തിരിഞ്ഞു നോക്കത്തില്ല. ഇപ്പോഴാണ് ഫാമിലിന്റെ ബല. ഇന്ന് അച്ഛനും അമ്മയെല്ലാം വരുമ്പോ അതിന്റെ ഇടയ്ക്ക് അനീഷിന്റെ ഫാമിലിന്റെ ചെറിയാക്ക് എന്തോ ഒരു കോമൺ ഒരു ഇതുണ്ട്. അതില്ലാതിരിക്കൂലല്ലോ ഇവർക്ക് ഭയങ്കര ഈഗോ എന്നിട്ട് മനസ്സിലായ അതാന്ന് പറഞ്ഞത്. ഭയങ്കര ഈഗോ ആണ്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ആരോ കമന്റും ചെയ്തിട്ടുണ്ട്, കഴിഞ്ഞ പ്രാവശ്യം ജിൻഡോന്റെ ഫാമിലി വന്നേരം കിട്ടിയ അതേ ഇതാന്ന് കിട്ടിയിരിക്കുന്നതെന്ന്. അല്ല അന്നേരം ഇവര് വലിയ സെലിബ്രിറ്റികളൊന്നും അല്ലല്ലോ ഈ അമ്മയൊന്നും. അപ്പൊ അങ്ങനെ വന്നോണ്ട് അത് നല്ലൊരു ഇതായിരുന്നു ഏതായാലും. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ള കാര്യം പറയുന്നത് എന്താന്ന്, ഇന്നത്തെ ആ ഒരു എപ്പിസോഡിൽ തന്നെ അനീഷിന് തന്നെയാണ് നേട്ടം കിട്ടിയിരിക്കുന്നതാണ് അല്ലെ. നേട്ടം അനീഷിന് തന്നെയാണ്. പിന്നെ അക്ബറിന്റെ ആ ഒരു നെഗറ്റീവ് ഇനിയിപ്പോ നാളെ എല്ലാവരും അത് പൊക്കി പിടിച്ചോണ്ട് വരും. അപ്പൊ ഈ അനീഷിനെ തല്ലിയപ്പോ പിന്നെ എന്താ പറയണ്ടേ, ആഹാ ഇപ്പോഴും പറഞ്ഞ ഓഹോ അങ്ങനെ ആയ പോലെയാണ് അല്ലേ. എത്ര പെട്ടെന്നാ മാറിയല്ലേ ആ കരച്ചിലും പിടിച്ചിലും. എല്ലാവർക്കും ഫീലിങ്സ് ഉണ്ടെന്ന് ഇപ്പൊ അതന്നെ. അല്ല നീ ആലോചിക്കും. അതന്നെ ഇവര് ഇപ്പം പുറത്ത് പൂമ്പാറ്റകളെ പോലെ പറന്ന് നടക്കുന്ന ഇവർക്ക് നിങ്ങൾക്ക് എന്തിനാടാ അച്ഛനമ്മമാർ എന്ന് പറയാൻ കുറെ ആൾക്കാരുണ്ടാവും. പക്ഷേ എല്ലാവർക്കും ഒന്നും പറ്റൂല ഇത്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇനി ഇപ്പോഴത്തെ ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ഉള്ളിൽ നിന്ന് ഇവര് കൃത്യമായിട്ട് ബലം മനസ്സിലാക്കിയിട്ട് വേണമെങ്കിൽ പോയിട്ട് കാല് പിടിച്ച് മാപ്പ് പറയണം. അതാ വേണ്ടതാണ് അല്ലേ, അതാ വേണ്ടത്. അല്ലാതെ ഇവര് ഞാൻ പറഞ്ഞല്ലോ മനുഷ്യന്മാർക്ക് എങ്ങനെ എത്ര നല്ല രീതിയിൽ ജീവിക്കുന്ന ആൾക്കാരുണ്ട് ഇവിടെ. എന്തിനധികം പറയുന്നത് മതം മാറിയിട്ട് മതം അതായത് ഈ പിന്നെ എന്താ പറയുക ഇപ്പൊ മുസ്ലിം മതത്തിൽ നിന്ന് ഹിന്ദുവിനെ കല്യാണം കഴിച്ച് ഇപ്പോൾ തട്ടവിട്ട് നിസ്കരിച്ചുകൊണ്ട് നടക്കുന്ന എത്ര ആൾക്കാരുണ്ട് അല്ലേ. അങ്ങനെ ഇല്ല ആൾക്കാരില്ലേ. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ അവരെ അച്ഛനെ അമ്മമാരെ കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെയാണ് അവസ്ഥ എന്ന് എനിക്ക് പറയാനുള്ളതാണ്. പിന്നെ ഇതൊക്കെയാണ് നടക്കുന്നല്ലേ ഇന്ന്. നാളത്തെ എപ്പിസോഡിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. പിന്നെ വേറെ എന്തോ ഒരു ഗെയിം എന്തോ നടന്നില്ല. ആ ഗെയിമിൽ എന്തോ ആ ഗെയിമിൽ എന്താണ് അനുമോളെ മാറ്റി നിർത്തിനി. അനുമോളെ മാറ്റി നിർത്തിനി ആ ഗെയിമില്. ക്യാപ്റ്റൻസി ടാസ്ക് അല്ലേ അത്. അത് ശരി. ക്യാപ്റ്റൻസി ടാസ്ക് ആര്യനും അക്ബറും പിന്നെ നമ്മുടെ ബിന്നിയും വന്നിട്ട് ബിന്നി ജയിച്ചു. അതെ അതെ. അതെന്നാ പിന്നെ അക്ബറിന് പറ്റീനി. അക്ബർ കളിച്ചിട്ടുണ്ടായിരുന്നു. ആര്യനായിരുന്നു ആക്ച്വലി അത് ജയിക്കേണ്ടിയിരുന്നത്. ആര്യം മാറുന്നുണ്ട് കേട്ടോ. ആര്യം മാറുന്നുണ്ട്. ആര്യൻ ഇന്ന് ആക്ച്വലി നോമിനേഷനിൽ വന്നില്ലല്ലോ. ആര്യൻ നോമിനേഷനിൽ വന്നില്ല എന്ന് മാത്രമേ. ആര്യൻ നോമിനേഷനിൽ വന്നില്ല. പക്ഷെ അത് ഒരു കാര്യമുണ്ട്, ജിസൈലിന് ഗുണം ചെയ്യും. എന്നാ അതായത് അനുമോൾക്ക് എന്താ പ്രശ്നം എന്നറിയാം. ഒന്നാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലാ 100 വോട്ട് അനുമോൾക്ക് കിട്ടൂല ഇപ്രാവശ്യം.
അതുപോലെ തന്നെ ആദില നൂറമാറ് വോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. അതെ അതെ. അപ്പൊ ജിസൈലിന്റെ വോട്ടും ആര്യന്റെ വോട്ടും ജിസൈലിന് കിട്ടും. ഈ ഒരു വിഷമം നല്ല കൃത്യമായിട്ട്. കാരണം എന്താ അറിയാ, ഈ നോമിനേഷൻ കഴിഞ്ഞപ്പോ തന്നെ ക്യാമറ കൊണ്ടുപോയത് അനുമോളുടെ അടുത്തേക്കാണ്. അനുമോളുടെ ആ മുഖഭാവത്തിലെല്ലാം മഞ്ഞു മരുന്ന്. ആക്ച്വലി പ്രതീക്ഷിക്കാത്ത ആൾക്കാരാണ് ഇതില് വന്നിരിക്കുന്നത്. അല്ല അനുമോളൊക്കെ എനിക്ക് അങ്ങനെയാ തോന്നിയത്. കാരണം ഷാനവാസിനെയും അനീഷിനെയും ഒക്കെ പ്രതീക്ഷിച്ചിരുന്നു, പക്ഷെ അവരൊന്നും വന്നില്ല. അതെ, അത് മാത്രല്ല ഈ അനുമോളൊക്കെ എന്നാ പ്രശ്നം പറ്റി അറിയാ. അതായത് അനുമോള് വിചാരിച്ചതെന്ന് വെച്ച് വിചാരിച്ചില്ല പുറത്തു പോകുമോ അതൊരു ഡിസ്കഷൻ നടന്നിരുന്നു. അല്ല ഞാൻ എന്തിനാ അങ്ങനെ വിചാരിക്കുന്നത്, ആദിലൊക്കെ വേണ്ടിട്ടാണോ ഈ ഞാനും അത് ചിന്തിക്കും. ആദിലൊക്കെ വേണ്ടിട്ടാണോ അനുമോള് ബിഗ് ബോസിൽ വന്നത്? ഓവറാക്കി കഴിഞ്ഞാൽ ചളവാവുന്നുള്ള ഇതിപ്പോ നാളെ എന്താ ഉണ്ടാവുമെന്ന് എനിക്കറിയാം. നാളെ ഈ പിന്നെ എന്താ പറയേണ്ടത്, ഈ പിന്നെ ദിയാസ് അനിയും മറ്റേവരോ വരുന്നുണ്ടെങ്കിൽ അവര് കൂടുതലായിട്ട് അനീഷിനെ അറ്റാക്ക് ചെയ്യാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. അനുമോളെ പൊക്കി പറഞ്ഞ് അനീഷിനെ അറ്റാക്ക് ചെയ്യാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. പക്ഷേ അല്ല അറ്റാക്കിന്റെ അല്ല, പക്ഷെ എന്നെ കത്തി വെച്ചിട്ട് പോവാർന്ന്. പക്ഷെ വേറെ ഇവര് ഫാമിലി അല്ലല്ലോ വരുന്നത്. ഇവര് കളിക്കാൻ വേണ്ടി വരുന്നതല്ലേ, അതായത് ഫാമിലി ആയിട്ട് എന്നാ അച്ഛനമ്മ സ്നേഹത്തിന് വരുന്ന എന്നല്ലല്ല. ഇവര് കളിക്കാൻ വേണ്ടി വരുന്നതന്നെ. ഇവര് കൃത്യമായിട്ടെന്ന് പറഞ്ഞാൽ ചിലപ്പോ ഹിന്ദും പറഞ്ഞു കൊടുക്കുമായിരുന്നു. നീ കണ്ടോ? അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിയാസനന്റെ സീസണിൽ തന്നെ ദിയാസന എന്തെന്നാ ചെയ്തിനെ, അതിലും ജാസ്മിൻ മാസ് കാണിച്ചത്. പക്ഷെ വേറെ കാര്യമുണ്ട്, അത് ഞാൻ പറഞ്ഞില്ലേ, ദിയാസനക്ക് എന്ന് പറഞ്ഞാൽ നല്ല ഹേറ്റേഴ്സ് ഉണ്ട്. ഇന്നിപ്പോ ദിയാസനിയ വരുന്നതെന്ന് കേട്ടപ്പോ തന്നെ എന്ന് പറഞ്ഞാൽ അതിന്റെ അടിയിൽ വരുന്ന കമന്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇത്ര നാൾ ഈ പിള്ളേരുടെ ഫാനായിരുന്നു, നാണോ അല്ലല്ല. അല്ല അതൊക്കെ നെഗറ്റീവാണ് ഭയങ്കര അല്ലേ. അതാണ് നടന്നത് ഭയങ്കര. എന്ന് വെച്ചാൽ പണ്ട് ജാസ്മിൻ ഇല്ലേ, നമ്മളെ ഈ ജാസ്മിന് വോട്ട് ചെയ്യിച്ചു എന്ന് പറഞ്ഞിട്ട് അതിന്റെ നെഗറ്റീവ് നല്ലോണം ജാസ്മിന് കിട്ടിയിട്ടുണ്ടായിരുന്നു. ജാസ്മിന്റെ PR ആന്ന് ദിയാസാനാന്ന് കേട്ട മറ്റൊരു കുഴപ്പമില്ലല്ലോ. അപ്പൊ അതിലെന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് അവർക്ക് കിട്ടി. കാരണം അവര് ഭയങ്കര ഇതാന്ന് നടന്നത്. എന്താ വെച്ചാൽ ജനങ്ങള് ഭയങ്കര ഇന്റർവ്യൂ എടുത്തത് ഓർമ്മയുണ്ട് മൈൽ സ്റ്റോണില്, എന്നിട്ട് അവനെ തല്ലുന്നതോ എന്തായിരുന്നു അത്, പൈസ കൊടുത്ത് ചെയ്യിപ്പിച്ചാതെന്ന് ലാസ്റ്റ് പറഞ്ഞ് നാണം കെട്ട് ഒന്നും പറയാനില്ല. ആ വീഡിയോ ചെയ്ത ആൾക്കെതിരെ എന്താണ്ടൊക്കെയോ പറഞ്ഞ്. അതങ്ങനെയല്ല, അത് എന്നാ അറിയാ, ഞാൻ എന്നോട് പറയുന്നേക്കെ, അതായത് ഇപ്പൊ നമ്മൾ ഈ ഓൺലൈൻ മാധ്യമത്തിൽ ഇന്റർവ്യൂ കൊടുക്കുന്നത് പൈസക്കാന്ന്. ഞാൻ അതാ നിന്നോട് പറഞ്ഞത്. ഇപ്പൊ ആദില നൂറ മാറുത് കാണാൻ വേണ്ടിട്ട് എല്ലാരും ഉണ്ട്. അപ്പൊ അച്ഛൻ തന്നെ ഇങ്ങനെ ചെയ്തു, കൊച്ചാപ്പ പിന്നെ ഹോട്ടലിലേക്ക് വിളിച്ചു, കൊച്ചാപ്പ ചെയ്ത് കാണിച്ചു തന്നു കഴിഞ്ഞാല് മറ്റേ കല്യാണത്തിന് ആഗ്രഹം ഉണ്ടാവും എന്ന് പറഞ്ഞു എന്നൊക്കെ പറയുമ്പോഴേ ഇത് ജനങ്ങൾ കാണും. ഇത് അപ്പൊ ജനങ്ങൾ കാണുമ്പോ ഇവർക്കും അതിന്റെ അകത്ത് പൈസ കിട്ടൂ. അത് നീ മനസ്സിലാക്കണം. ഇവര് വെറുതെ ഒന്നും പോയിട്ട് ഇന്റർവ്യൂ കൊടുക്കുന്നതല്ല. അവർക്ക് അല്ല, അവർക്ക് ഇപ്പൊ ഈ എല്ലാ ഈ ചാനലുകാരായി കഴിഞ്ഞാൽ ഇവർക്ക് പൈസ കൊടുത്തിട്ടാണ് കൂട്ടുന്നത്. അപ്പൊ ഇവരെന്തെങ്കിലും ഒരു മാസം ഇടണം, മാസം ഇട്ട് കഴിഞ്ഞാൽ മാത്രമേ പൈസ കിട്ടുള്ളൂ. അല്ലെങ്കിലും അതാണ് ഇപ്പൊ ഞാൻ പറയുന്നത്. നമ്മളിനിപ്പോ അന്നത് റിയാക്ട് ചെയ്തു. ഈ ആദിലി നൂറ് ഇന്റർവ്യൂ കൊടുത്തു കഴിഞ്ഞാല് അതൊരു 50 ആൾക്കാർ റിയാക്ട് ചെയ്യും. ആ 50 ആൾക്കും നല്ലോണം പൈസ കിട്ടുമായിരുന്നു. കാരണം ഇത് എല്ലാരും കാണൂലേ. കാരണം എന്ന് വെച്ചാൽ ഇങ്ങനെയാണോടോ തന്തേത് വേണ്ടതെന്നെല്ലാം പറഞ്ഞിട്ട് അങ്ങനെ അവരെ നല്ലോണം പറഞ്ഞിട്ടുണ്ട്. ഉള്ള കാര്യം എന്താ പറയുന്നതിന് മനസ്സിലായി. അതുകൊണ്ട് അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വിളിച്ചു വൈൻഡപ്പിയാണ്. എല്ലാവരും എന്നാ മറ്റേ ഹൈപ്പാ ഇപ്പൊ നീ നന്ദി, നമസ്കാരം.